കൊല്ലത്ത് 900 കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇന്ന് പുലർച്ചെ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് 10 ലക്ഷം രൂപ വില വരുന്ന വസ്തുക്കൾ കൊല്ലത്ത് പിടികൂടിയത്. പരിശോധനയ്ക്കിടെ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. കുമ്മിൾ സ്വദേശി നൌഫലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യത്തിന് വലിയ ക്വാണ്ടിറ്റി ആണല്ലോ, പല ലഹരി വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങളുണ്ടോ? ഈ നൌഫലാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? ദിലീപ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഉൽപ്പന്നങ്ങൾക്ക് നിരോധിച്ചാൽ അത് സുലഭമായി കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ കൊല്ലത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ ക്വാണ്ടിറ്റിയിലുള്ള നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 900 കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ എക്സൈസിനെ കണ്ട് ഈ പ്രധാന പ്രതിയായ നൌഫൽ, കുമ്മിൾ സ്വദേശിയായ നൌഫൽ വാഹനം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നതടക്കം എക്സൈസിന് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഇയാൾക്കെതിരെ നേരത്തെയും കേസുകളുണ്ട്. ചിതറ, ചടയമംഗലം, കടയ്ക്കൽ ഭാഗങ്ങളിലായിരുന്നു ഇന്നലെയും ഇന്നുമായി എക്സൈസ് സംഘം പരിശോധന നടത്തി. നേരത്തെ തന്നെ ഇവിടെ നിന്ന് 250 കിലോ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇന്ന് 900 കിലോ 10 ലക്ഷം രൂപ വില വരുന്ന 900 രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെയും കോളേജ് വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് ഇയാൾ വിൽപ്പന നടത്തുന്നതും അതിന് കേസ് മുൻപ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നൌഫലിന് വേണ്ടിയുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ. ഓക്കേ, 10 ലക്ഷം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പിടികൂടിയത് നല്ല കാര്യം, പക്ഷേ പിടികൂടാൻ വേണ്ടി ഈ സാധനം കൊണ്ടുവരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ആശങ്ക.